എൻ്റെ അമ്മ ഇതെന്തു തിളയ്ക്കുന്നേ? ചിക്കൻ കറി. തേങ്ങ അരച്ചാ? അല്ല. പിന്നെ ഇങ്ങനൊരു കളറ്? അതെ, പൊറോട്ട കഴിക്കാൻ. ഓ, തമിഴ്നാട് ചിക്കൻ കറി. ഇത് പിന്നീട് നമ്മൾ പറയുന്നതിൻ്റെ റെസിപ്പി ഇപ്പോൾ പറയണ്ട. തമിഴ്നാട്ടിലെ ചിക്കൻ കുളമ്പ് സുഹൃത്തുക്കളെ, അവിടെ പൊറോട്ടയ്ക്കും ദോശയ്ക്കൊക്കെ കുളമ്പ് കിട്ടത്തില്ലയോ? ആ ടൈപ്പ് സാധനം ഉണ്ടാക്കി വെച്ചേക്കണേ. പക്ഷെ എന്ത് പീസ് ഉണ്ട് കേട്ടോ, അതിനകത്ത് അവിടുത്തെ പീസ് ഇല്ല അല്ലേ? അപ്പോൾ അത് പൊറോട്ട ഉണ്ടാക്കാൻ പോകുള്ളൂ. ഞങ്ങൾ പണ്ടൊരിക്കൽ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് ഭയങ്കര വിജയമായിരുന്നു ഇല്ലയോ? അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി വീണ്ടും അതൊന്ന് കാണിച്ച്. ഞങ്ങൾ മാവൊക്കെ റെഡിയൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ്. മൈദയല്ലേ? സോഫ്റ്റാ? ഇന്ന് പൊറോട്ടയും ചിക്കൻ കുളമ്പും കഴിക്കാനുള്ള ആഗ്രഹത്തിലാണ്. പൊറോട്ട എന്താ തീരെന്ന് അറിയത്തില്ലല്ലേ? അത് തന്നെ, അത്രേ ഉള്ളൂ. പൊറോട്ട ആയാലും ഇത് ചപ്പാത്തിയാകും. ഇത് സംഭവം പൊളിച്ചു കേട്ടോ. ചട്ടിയിൽ ആഹാ ചിക്കൻ കുളമ്പ് ഉരുളക്കിഴങ്ങാ. അതെ, വാവ്. അപ്പോൾ സുഹൃത്തുക്കളെ, പരീക്ഷണ പൊറോട്ട നിർമ്മാണം ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 2 ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് തെറ്റുകുറ്റങ്ങളുണ്ടാവും, ക്ഷമിക്കുക. കേരളത്തിലെ മികച്ച ഉസ്താദുക്കളായ പൊറോട്ട മേക്കേഴ്സ് ചെയ്യുന്ന ഈ കലാപരിപാടി ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള തെറ്റുകളുണ്ടാവും. എങ്കിലും ഞങ്ങളൊരു ശ്രമമാണ്. ഇത് കണ്ടിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ല താല്പര്യപ്പെടുന്ന വീട്ടമ്മമാർ, അതെ, ഞങ്ങളുടെ ടാർഗറ്റ് അവർ മാത്രമാണ്. നിങ്ങൾ ഇത് ഭയങ്കരമാണല്ലോ. എന്നിട്ട് ഇത് മാവ് നല്ല നൈസായിട്ട് വരുന്നുണ്ടല്ലേ? അടിപൊളി. പൊറോട്ട ഉണ്ടാക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായ പണിയൊന്നുമല്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് മെനക്കെടാന്നുണ്ടെങ്കിൽ നല്ല നൈസായിട്ട് വന്നേക്കുന്നത്. അതെ, ഒക്കെ മതിയാവും. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട്. ഒരുപാട് എണ്ണ ഒന്നും ഞാൻ ഇടുന്നില്ലേ? അതെ, സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ മൊത്തം എണ്ണ ആയിരിക്കും കേട്ടോ ഇവിടെ. അല്ലാതെ തിരിച്ചിങ്ങനെ അടിക്കുമ്പോൾ ഒട്ടായിരിക്കണമല്ലോ. അടിക്കണോ? അടിക്കണം, അടി നോക്കട്ടെ. അടിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. അത് കുഴപ്പമില്ല. ഇച്ചിരി ചെറിയതായിട്ട് മണങ്ങിയതും കുഴപ്പമില്ല. നീ ചേച്ചി എൻ്റെ ഒരു പൊറോട്ട അടിക്കാൻ തോന്നണം എൻ്റെ. അയ്യോ, എന്നിട്ട് വീതിക്കത്തൊന്നുമില്ല. അവരൊക്കെ കറക്റ്റ് ലെവലിൽ ചെയ്യും. നമുക്ക് സെറ്റായില്ല, അടിപൊളി സെറ്റായില്ല. അത്രയും നൈസായിട്ട് ചെയ്യേണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അല്ലേ? നമ്മള് പറത്തിയപ്പോ അടിക്കാനുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ പറഞ്ഞത്. അതെ അതെ, അങ്ങനെ മുറിച്ചെടുത്തിട്ട് മതിയാവും അല്ലേ? അത്ര നൈസായിട്ട് നമ്മൾ പരത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതെ, നമ്മൾ നൈസായിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ അടിക്കേണ്ട ആവശ്യമില്ല. അടിപൊളി, കൊള്ളാം. അടിപൊളി, ഞങ്ങൾ ഏകദേശം വിജയിച്ചു. പക്ഷെ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. സോഫ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ വീഴുന്ന, അല്ലെങ്കിൽ അങ്ങനെ വീഴത്തില്ല. ചപ്പാത്തി പോലെ ഇത് നമുക്ക് ഇതും വെന്ത് കഴിയുമ്പോഴേ ലെയറായിട്ട് ഇളക്കി നോക്കാം. അപ്പോൾ അറിയാലോ എൻ്റെ സോഫ്റ്റ്നെസ്. നൈസ്. ഇനി പൊറോട്ട ഉണ്ടാക്കാൻ ആർക്കും അറിയില്ലെന്ന് പറഞ്ഞല്ലേ സുഹൃത്തുക്കളെ? പൊറോട്ടയ്ക്ക് മെയിൻ വേണ്ടത് ഒരുപാട് എണ്ണയാന്ന് പറയുന്നത്. ഞാൻ പക്ഷെ അത്ര ഒഴിച്ചേ ഇല്ല കേട്ടോ. മാവ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അതാണ്ട് ഈ മാവിൽ നോക്കിക്കേ എണ്ണമ്മ എത്രത്തോളം ഉണ്ടെന്ന്. ശകലം പോലും അതിലില്ല. കൂടി ഇടട്ടെ. ഇതാണ് അതിന്റെ മെയിൻ പ്രോസസ്. വാവ്. വാവ്. ഓക്കെ, അതിന് പാത്രത്തിൽ വെച്ചോ. അല്ല, ഓയിൽ കൂടുതലാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ പൊടിഞ്ഞ് വരത്തില്ല. സംഭവം അടിപൊളിയാണ്. അങ്ങനൊരു ടേസ്റ്റ്. പിള്ളേർക്ക് കൊടുക്കുക, അവർ പറയട്ടെ അഭിപ്രായം. പൊറോട്ട
ചിക്കൻ കറിയും എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയണം. സത്യസന്ധമായിട്ട് പറയണേ. പൊറോട്ടയുടെ ടേസ്റ്റ്. നീ എപ്പോഴത്തെ പോലെ കൊള്ളാൻ തുറന്നേ പറയണ്ട, ഓവറായിട്ട് ഇത് കൊള്ളാക്കണ്ട. അതെ, ഉള്ള കാര്യം പറയണേ. പൊറോട്ട എങ്ങനെയുണ്ടെന്ന് പറയാം. ടേസ്റ്റ് കഴിച്ചു നോക്കിട്ട് പറയാം. എങ്ങനെയുണ്ടോ പൊറോട്ട? സോഫ്റ്റ് ആണോ? ചിക്കൻ അല്ല, തൊട്ട് കഴിച്ചു നോക്കിക്കേ. നമ്മുടെ തമിഴ്നാട് സത്യസന്ധമായിട്ട് ചിക്കൻ കറി ഞാൻ എപ്പോഴാ പറഞ്ഞത്? അതല്ലേ, ഈ പൊറോട്ട വന്നപ്പോഴേ തൃപ്തിയായി. ഒരു പേടിയില്ല, ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് പൊറോട്ട ഇങ്ങനെ ഉണങ്ങി കട്ടിക്കിരിക്കുവാണെങ്കിൽ കൊള്ളാത്തില്ലെങ്കിൽ ഇത്രയും മെനക്കെട്ട് വേസ്റ്റ് ആയി പോവല്ലോ. അതെ, പക്ഷെ അത് പൊറോട്ട ഇങ്ങനെ വന്നപ്പോ തന്നെ എനിക്കൊരു സന്തോഷം. ഞാനും കൂടി കഴിച്ചു നോക്കട്ടെ. നല്ല സോഫ്റ്റ് പക്ഷേ ഇതുണ്ടോ? സൂപ്പർ അല്ലേ, പൊറോട്ട ഉണ്ടോ? അടിപൊളി സോഫ്റ്റാ, കൊള്ളാട്ടോ. ചിക്കൻ കറി പൊളിച്ചത്. തമിഴ്നാട് കുളമ്പ് സുഹൃത്തുക്കളെ, അവിടെ സ്ഥിരം കിട്ടുന്ന സാധനമല്ലേ? അതാ തമിഴ്നാട് കുളമ്പത് അടിപൊളിയല്ലേ? ഇത്രയും ദിവസം ഫുഡ് ഉണ്ടാക്കിയ നമ്മളത് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത് അറിയാൻ വയ്യാത്തതല്ലേ പൊറോട്ട. അയ്യോ, തൃപ്തിയായി.